കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷവും കോളേജ് ഓഡിറ്റോറിയം ഉദ്ഘാടനവും തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കെ.വി. സുമേഷ് MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിമൻസ് കോളേജ് നമുക്കറിയാം, നമ്മുടെ മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ്. 1975 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ചാക്കരി മുഹമ്മദ് കുട്ടിയാണ് പയ്യാമ്പലത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗമായിട്ട് ഒരു വിമൻസ് കോളേജ് ആരംഭിക്കുന്നത്. പിന്നീട് അവിടുന്ന് 83 ബേബി ജോൺ മാഷ് അന്ന് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇന്ന് കാണുന്ന നമ്മുടെ ജയിലിലെ സൂപ്രണ്ട് ബംഗ്ലാവായിരുന്ന സ്ഥലത്താണ്, ജയിൽ വകുപ്പ് അനുഭവിച്ച സ്ഥലത്ത് ഈ കോളേജ് ആരംഭിക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യം പ്രിൻസിപ്പൽ പറയും, 50 വർഷക്കാലം പൂർത്തിയാകുകയാണ് വിമൻസ് കോളേജ്. അപ്പോൾ ആ 50 വർഷക്കാലം പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായി 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം നേരത്തെ സംഘാടക സമിതി ബഹുമാനനായ രാമേന്ദ്രൻ കടന്നപ്പള്ളി മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ആരംഭിച്ചു വരികയായിരുന്നു. അപ്പോൾ CMൻ്റെ ടൈം നമുക്ക് നേരത്തെ ഫെബ്രുവരിയിൽ ഒരു ഘട്ടത്തിൽ കിട്ടിയതാണ്. അപ്പോൾ പെട്ടെന്നത് മാറിപ്പോവുകയും ഒരു സാഹചര്യം, പിന്നെ വെക്കേഷനായി. അപ്പോൾ തുടർന്ന് ആ പ്രോഗ്രാം ഇപ്പോൾ 30-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമയം തന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോളേജ് ഓഡിറ്റോറിയം ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഒരു 3 കോടി രൂപ 3.7 ചെലവഴിച്ചുകൊണ്ടൊരു ഓഡിറ്റോറിയം, അവിടെ 700 പേർക്ക് ഇരിക്കാവുന്ന നല്ലൊരു ഓഡിറ്റോറിയം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും 50 വർഷത്തിൻ്റെ ഉദ്ഘാടനവും ഉള്ള പ്രോഗ്രാമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെയും, നമ്മുടെ വടക്കേ മലബാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ ഒട്ടേറെ ആളുകളെ സമൂഹത്തിലേക്ക്